വയനാട്ടിലെ തണുപ്പ് കുഞ്ഞുവാവയ്ക്ക് അങ്ങ് പിടിച്ചില്ല കേട്ടോ. അവിടുന്ന് അവന് നല്ല ജലദോഷം ഉണ്ടായിരുന്നു. അവിടുത്തെ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് അവനൊന്നും അങ്ങോട്ട് ശരിയായില്ല. അപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്നും കൂടെ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയതാണ്. അപ്പം ഞാനും അച്ചായും കൂടിയാണ് കുഞ്ഞുവാവേനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നത്. അവന് നല്ല ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. ജലദോഷം, രാത്രിയിലൊന്നും ഉറക്കമില്ല, ശ്വാസം മുട്ടൽ, നല്ല പനിയൊക്കെ, രാത്രി പനിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. നല്ല ചുമ എല്ലാം ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, രാവിലെ ഞങ്ങളൊരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കിനാണ് ഞാനും അച്ചായും കൂടെ ഹോസ്പിറ്റലിലേക്ക് വന്നു. ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവനൊന്ന് ആവി പിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ അവന് നല്ലപോലെ കഫം ഉണ്ടായിരുന്നു കേട്ടോ. അവന് ശ്വാസമൊക്കെ എടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊന്ന് ആവി പിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ആവി പിടുത്തം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അതുപോലെ എക്സ്റേ എടുക്കാനായിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ബ്ലഡിൻ്റെ റിസൾട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ എടുക്കും. നമുക്ക് ആ ഒരു അരമണിക്കൂർ ഞങ്ങളവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അരമണിക്കൂറിനെല്ലാം ശേഷം ഞങ്ങൾ ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു നല്ല രീതിക്ക് കുഞ്ഞിന് കഫമൊക്കെ ഉണ്ട്, അപ്പോൾ അവനൊന്ന് അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 7 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു കേട്ടോ. കുഞ്ഞിനെ നല്ല കുത്തിയൊക്കെ വെച്ചു. അപ്പോൾ കുത്തിവെപ്പിന് കുത്തിവെക്കാൻ വന്നിട്ട് നല്ല കരച്ചിലും വഴക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ കയ്യിൽ കുത്തിയിരിക്കുന്നത് കൊണ്ട് ഇവനിതെപ്പോഴും വായിൽ വെക്കാനും അതിലിട്ട് ഇങ്ങനെ പിടുത്തമാണ് കേട്ടോ. അത് പിടിച്ച് വലിച്ച് അത് ഊരാനൊക്കെ നോക്കുന്നുണ്ട്. അതങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാനതിങ്ങനെ തുടരുതടാന്ന് പറഞ്ഞ് അവൻ്റെ അപ്പുറത്തെ കൈ മാറ്റുമ്പോഴത്തേക്കിനും അവൻ കിടന്ന് കരച്ചിലാട്ടോ. അതവന് ഇഷ്ടപ്പെടുന്നില്ല, ഞാനങ്ങനെ പിടിച്ച് മാറ്റുന്നത് കൊണ്ട് അവനങ്ങ് ഇഷ്ടമാവുന്നില്ല. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിന് 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. 7 ദിവസം ഞങ്ങൾ അഡ്മിറ്റായിരുന്നു. അപ്പോൾ ഈ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും അവൻ്റെ കൈക്ക് നല്ല വേദന വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആദ്യം കുത്തിയെടുത്ത് നല്ല വേദന വന്നതുകൊണ്ട് പിന്നീട് കുത്തി വെച്ചപ്പോഴത്തേക്കിനും അവനൊന്ന് കരയാനായിട്ട് തുടങ്ങിയപ്പം രണ്ടാമത് ഇത് മാറ്റി കുത്താൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. ഇവന് കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ പിന്നെ വെയിൻ കിട്ടുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇവനെ മാറ്റി കുത്തിയതാണ് കേട്ടോ കണ്ടത്. അത് കഴിഞ്ഞ് നേരത്തേക്കിന് അവർ ഊരിയില്ല, വഴക്കായതുകൊണ്ട് കരച്ചിലായതുകൊണ്ട് ഊരായിരുന്നുകൊണ്ടാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഇവന് നല്ലപോലെ ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് അവൻ്റെ മൂക്കിൽ നിന്ന് കഫം വലിച്ച് കളയുന്നതാണ് കേട്ടോ കാണുന്നത്. പകലൊക്കെ ഞാനും കുഞ്ഞും മാത്രം ഉണ്ടാവുള്ളൂ കേട്ടോ. ചേട്ടൻ ജോലിക്ക് പോകുമല്ലോ. പിന്നെ സിസ്റ്റേഴ്സൊക്കെ വന്നിട്ട് അവർക്ക് കൃത്യസമയത്ത് അവർ വന്ന് മരുന്നൊക്കെ കൊടുത്തോളൂ നമുക്ക്. അതുകൊണ്ട് അങ്ങനെ ഒരു പേടിയൊന്നും വേണ്ട. അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ 7 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ. കുഞ്ഞിനിപ്പോൾ നല്ല സുഖമൊക്കെ ആയി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. പിന്നെ ഇത് ഞാൻ ഹോസ്പിറ്റലായിരുന്നപ്പം അവിടെ ഇവിടെയൊക്കെ തൊടാത്ത കുറച്ച് വീഡിയോസുകളൊക്കെ എടുത്തതെല്ലാം കൂടെ ഒന്നിച്ച് വെച്ചിട്ടൊരു കുഞ്ഞ് വീഡിയോ ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ പ്ലേ റൂമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിച്ചു. അവിടെ അഡ്മിഷൻ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. കുറേ പേര് അഡ്മിറ്റായിരുന്നു. കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെല്ലുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ പനിയൊക്കെ ആയിട്ടേ വന്നിട്ടുണ്ടായിരുന്നു.